ഹലോ ഗൈസ്, ഇന്നൊരു ലീവുള്ള ദിവസമാണ്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ഉറക്കം വെച്ച് എണീറ്റ് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ പാടത്ത് ഫുള്ള് ട്രാക്ടർ വന്നിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, വല്യമ്മേൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഏട്ടന്മാരും അനിയന്മാരൊക്കെ മീൻ പിടിക്കാൻ നിൽക്കുന്നത് കേട്ടോ. ആക്ച്വലി ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. നല്ല മഴ ഒരു ചാറിപ്പോയിട്ടുണ്ടായിരുന്നു. കുറേ നേരം മീനൊക്കെ നമ്മൾ നോക്കി നിന്നു കേട്ടോ. നിറയെ മീൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇടയിൽ കുറേ പാമ്പിനെയും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ ചെത്തി ഇടുന്ന സമയത്ത് പാമ്പും ഉണ്ടാവുമല്ലോ. അങ്ങനെ പാമ്പിനെ ഞങ്ങൾ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ആ സമയത്ത്. അപ്പോൾ ഈ പാമ്പും ഞണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് തോന്നുന്നു. ഞണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞണ്ട് കുറേ ഉണ്ടായിരുന്നു. പിന്നെ അനിയനും എൻ്റെ സച്ചുവും പിന്നെ ഏട്ടന്മാരും വല്യമ്മയും അമ്മയൊക്കെ കൂടെ നിൽക്കുകയായിരുന്നു. ഇവരൊക്കെ ഇറങ്ങിയിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. ഇപ്പം ഇത്തിരി വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടോ, നല്ല രസമാണല്ലേ. അങ്ങനെ ഒരു വിധം എല്ലാവരും ഇറങ്ങിയിട്ടോ. അപ്പോൾ അതേ മീനൊക്കെ ഇട്ടിട്ടുണ്ടായിട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ മീൻ പിടുത്തമായിട്ടുണ്ടായിരുന്നു. കാരണം വെള്ളം വരുന്തോറും അവിടുത്തെ മീനൊക്കെ ഇങ്ങോട്ട് വരുമല്ലോ. ആ സമയത്ത് നല്ല രസമാണ് കേട്ടോ ഒക്കെ കാണാനായിട്ട്. നിറയെ മീനുണ്ട്. ഇവരൊക്കെ മീൻ പിടിച്ച് നിൽക്കുകയാണ്. ഇതിപ്പം ഓൾറെഡി ഒരു 3-4 പാടപ്പം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ചിലപ്പോൾ നാളെ മറ്റന്നാളായിട്ട് അവർ എടുത്തോളൂ. അപ്പോൾ ഇതുണ്ടോ, കൂനും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. പിന്നെ കണ്ടോ, മീനൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോൾ ഇങ്ങനത്തെ മീനായതുകൊണ്ട് പെട്ടെന്ന് ചത്തു കൂട്ടും നമ്മൾ പിടിക്കുമ്പോഴേക്കും. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. കുറേയൊക്കെ ചത്തു കൂട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കാര്യമാക്കില്ല. നമ്മൾ പിടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടി പിടിച്ച് വേണ്ടോ. ഞാൻ ആ സമയത്ത് ബക്കറ്റും എടുത്ത് വരുന്നു കേട്ടോ. കാരണം ഞാൻ അപ്പോഴാണ് വന്നപ്പോഴേക്കും ബക്കറ്റ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഞാൻ ബക്കറ്റൊക്കെ എടുത്തിട്ട് വന്നിട്ട് അതിൽ കുറച്ച് വെള്ളമൊക്കെ നിറച്ചതേ മീനായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മീൻ ചത്തിട്ടുണ്ടായിരുന്നു. അത് ആ പൊങ്ങിക്കിടക്കണം കേട്ടോ, മീൻ ചത്ത് കയറ്റും. ഞങ്ങളപ്പോൾ ഇങ്ങനെ നല്ല പോവാണ്. അവരെ എൻ്റെ ഏട്ടൻ കൊണ്ടിട്ട് വേണ്ടോ മീനൊക്കെ പിടിച്ചിട്ട്. അപ്പം ഞാൻ സംസാരിക്കുകയാണ്. മീൻ നല്ല രസമുണ്ട്. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഒരു 11 മണി 12 മണിയായിരുന്നു. പക്ഷെ അപ്പം കണ്ടപ്പോഴും ഒരു 10 മണി 9 മണി ആ ഒരു ക്ലൈമറ്റിൽ അതാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഞാൻ ശരിക്കും സമയമൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കണ്ടോ, ഇതാണ് പാടത്തന്നെ. ഞങ്ങൾ ആ വരമ്പിലാണ്. അവിടെയും കുറേ ചെക്കന്മാർ പിടിക്കുന്നുണ്ട് കേട്ടോ. അവർക്കാണെങ്കിൽ പാമ്പ് വല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അവർ വലയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളാണെങ്കിൽ ഇറങ്ങാണ്. പിന്നെ ഈ മണ്ണ് എന്ന് പറയുന്നത് ചളി പൊളിയെന്നാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലേൻ്റെയൊക്കെ മണ്ണുണ്ടാവില്ലേ, അങ്ങനത്തെ മണ്ണായിരുന്നു കേട്ടോ ഇത്. അതുകൊണ്ട് ഒരു കാല് വീശപ്പോഴും അത് അടിയിക്ക് വെക്കും. ഇതുണ്ട് മീൻ പിടിച്ചതാണ്. പക്ഷെ അതിങ്ങനെ കൈവിട്ട് കാരണം ട്രാക്ടർ വരുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ പോകും. ഇതാണ്ടോ, ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതേ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും ശ്രീകുട്ടനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ശ്രീകുട്ടനെ ഇറങ്ങാൻ തോന്നി അവസാനം അവൻ ഇവിടെ ഇറങ്ങി. പക്ഷെ അവന് പേടിയാണ്. ഈ പാമ്പ് 2 കണ്ടപ്പോഴേക്കും അവന് പേടിച്ചു. എനിക്ക് പേടിയാണ്. ഞാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് പാമ്പിൻ്റെ കഥയും കൂടി കേട്ടപ്പോൾ ഞാൻ ഇറങ്ങിയില്ല. ഗൈസ് കണ്ടോ, ഞാൻ ഇവിടെ വെല്ലുവിളത്ത് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. മൊത്തത്തിൽ ഞാൻ ആകെപ്പാടെ പല്ലേച്ചിട്ട് ഒരു കഷ്ണം കേക്ക് കഴിച്ചു ഞാൻ ഇറങ്ങിയതാണ്. സംഭവം 12 മണിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇട്ടോട്ടില്ല. അങ്ങനെ പിടിച്ച് അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മീൻ. പക്ഷെ ഈ മീനെ കിട്ടുന്ന സമയത്ത് നമുക്ക് എല്ലാവരും നിറച്ച് മീനുണ്ടായിട്ടും നമുക്കിവിടെ പിടിക്കണം തോന്നും. നമ്മളങ്ങോട്ട് പിടിക്കാനായി കഴിഞ്ഞാൽ അപ്പോൾ ആ മീൻ അങ്ങോട്ട് പോകും. ആ ഒരു മോട്ടിവേഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങോട്ട് പിടിക്കാൻ കുറച്ചുകൂടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു കാലൊക്കെ ചളി വെളിയുന്നുണ്ട്. ദൈവനാണെന്നുണ്ടെങ്കിൽ ഇറങ്ങണമിട്ടാണ് ഇവൻ നിൽക്കുന്നത്. കണ്ട പാനൊക്കെ മേലേക്ക് ഇട്ട് അവനേട്ടൻ എങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകാൻ നിന്നാണ്. പിന്നെ അവൻ്റെ അടുത്ത് അങ്ങോട്ടൊന്നും പോകണ്ട പറഞ്ഞാണ്. അവന് ഒന്നാമത് പേടി, ഇനിയും കൂടി പോയി കഴിഞ്ഞാൽ പെട്ടു. അപ്പം സംഭവം സെറ്റായിട്ടുണ്ടല്ലേ. എനിക്ക് കണ്ടപ്പോൾ തന്നെ വ്ളോഗ് എടുക്കണം തോന്നി കേട്ടോ. എൻ്റെ ഒരു സന്തോഷം നിങ്ങളുടെ ഞാൻ പങ്കുവെച്ചു എന്ന് തന്നെ ഉള്ളൂ. പിന്നെ മാക്സിമം എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും
ഷെയർ ചെയ്യാൻ പറ്റും, എന്ത് കമൻറ്റ് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അങ്ങനെ ട്രാക്ടർ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ 192 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 200 സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ഇങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 200 സബ്സ്ക്രൈബേഴ്സ് ആയിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ ട്രാക്ടറുകൾ വന്നപ്പോഴേക്കും തന്നെ അവിടെ ഒരു ഓട്ടമൊക്കെ ഉണ്ടായിരുന്നു, അതിൽ കൂടെ ഒക്കെ ഞണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ. പിന്നെ അപ്പുറത്തെ ഇതിലൊക്കെ കുറേ മീനുണ്ടായിരുന്നു, കൊറ്റി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു മഴ മൂടിയ ഒരു സമയമെന്ന് ഞങ്ങൾ നിന്നപ്പോൾ കുറച്ച് ചാറിയിട്ടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കണ്ടോ, വെള്ളമൊക്കെ ചളുകളിരിക്കുകയാണ്. ഇതേണ്ട മീൻ കാണിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ഞങ്ങൾക്കൊരു വലിയ മീൻ കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു തവളേനെ കണ്ടിട്ട് ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു, കാരണം അത് പാമ്പിനെ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടപ്പോൾ പെട്ടെന്ന് പേടിച്ച് ഞാൻ ഇപ്പുറത്തേക്ക് ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ഇങ്ങനെ മാറ്റിയതാണ്. അങ്ങനെ ഒരു വിധത്തിൽ കണ്ടോ ഫുള്ള് വെള്ളപ്പിനെ അവിടെ നിന്ന് ഇത് കണ്ടിട്ട് ട്രാക്ടറിൻ്റെ സൗണ്ട് കേട്ടിട്ട് വേറെ ചെക്കന്മാരിതേ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവരെന്തേ വന്നിട്ടുണ്ട്. അപ്പോൾ അതേ കണ്ടോ, എല്ലാവരും സംഭവം സെറ്റായിട്ടാണ് ഇരിക്കണത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങാനൊക്കെ തോന്നി. പിന്നെ എൻ്റെ ഒന്നാമതിൻ്റെ ഉടുപ്പൊരു പെർപ്പിളായിരുന്നു. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാല് കഴുകണം, പെട്ടെന്ന് പോയി കുളിക്കണം. ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് വൈകി കുളിക്കുന്ന ആളായതുകൊണ്ട് അപ്പരി പിടിക്കാൻ നിന്നില്ല. കണ്ടോ, നല്ല സൂപ്പറായിട്ടല്ലേ. അപ്പോൾ കണ്ടോ, ഇപ്പോൾ ആ വരമ്പൊക്കെ മൂടിയില്ല. ആ ചളിവിളിയെന്ന് വന്ന വെള്ളമൊക്കെ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇനി ഒന്നും കൂടി വരുമ്പോൾ നമുക്കൊന്നും കൂടി ഉഷാറാക്കാമെന്ന് വലിയമ്മ അതിൻ്റെ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇനി ഞാൻ ഇവിടെ തന്നെ വന്ന് കറങ്ങുന്നുണ്ട്, കാരണം ഇവർ ഈ പൊന്തണ്ടല്ലോ നല്ലോണം ഉള്ളിക്കുണ്ട്. അതുകൊണ്ടാണ് ഇതേണ്ട ഇവർ ഇങ്ങനെ വീട്ടെടുക്കുകയാണ്. ഞാനാണെങ്കിൽ ഒരു മയത്തിൽ നോക്കി നിൽക്കുകയാണ്. കുറേ മീൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ടോ എൻ്റെ മോന്ത, വലിയൊരു മീനും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്താ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ നമുക്കൊരു കണ്ണൻകുട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ണൻകുട്ടി കൊണ്ടൊരു കുട്ടി ഉണ്ടായിരുന്നു. അതാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരുന്നു. പക്ഷെ അത് കടിക്ക് പിടിച്ച് ഞങ്ങൾ അവിടെ തന്നെ വെച്ചു. പക്ഷെ ഒരു കണ്ണൻകുട്ടിയായിരുന്നു. അത് ചത്തു എന്ന് ചോദിച്ചു, പക്ഷെ ചത്തൊന്നും വേണ്ട, അവിടെ തന്നെ ഉണ്ട്. കണ്ടോ, സെറ്റ് ചെയ്തു കേട്ടോ. സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഇവർക്കൊന്നും ഇറങ്ങിയിട്ട് മതിയൊന്നുമില്ലായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ പോരാന്ന് ചോദിച്ചാൽ എന്താണ് കേട്ടോ വല്യമ്മയുടെ വീട്. ഇവിടെ ഞങ്ങളൊക്കെ റബ്ബറാണ്. ഇവിടെയാണ് നമ്മുടെ പാടം കേട്ടോ. ഇവിടെ ഞങ്ങളുടെ അടുത്താണ് പാടം. അവിടെയും കുറേ ചെക്കന്മാരൊക്കെ പിടിക്കുന്നുണ്ട്. കണ്ടോ, ഫുള്ള് ചളിയാണ് കേട്ടോ. ഏട്ടൻ്റെയൊക്കെ മേലെ ഫുള്ള് ചളിയാണ്, കാലും ഡ്രസ്സിൻ്റെ മേലെ ഒന്നാമത് കറുപ്പതേ. ഇവനാണെങ്കിൽ ഏട്ടനെ പിടിച്ച് തൂങ്ങിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. കണ്ടോ, മീനെ തപ്പി നിൽക്കുകയാണ്. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ മീൻ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്, നോക്ക് അങ്ങോട്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിൽക്കുന്നു. ഞങ്ങൾ ഫുൾ ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കുന്ന ഒരാൾക്കാരായിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ മലയല്ല, പച്ചപ്പാണ്. അവിടെ നിന്ന് ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അത് വീഡിയോയിൽ ഇടുന്നില്ല, അതുകൊണ്ടാണ്. സംഭവം സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേട്ടോ, ഇന്ന് മൺഡേ നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് അതുകൊണ്ട് കേട്ടോ ഇന്ന് ലീവായത്. സംഭവം ഞാൻ വിചാരിച്ചു നമ്മൾ അർജൻറ്റീനക്കാർ ജയിക്കുന്നു. ഞാനൊരു അർജൻറ്റീന ഫാനാണ് കേട്ടോ. പക്ഷെ ഞാൻ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ നമ്മുടെ സ്പെയിൻ തൂക്കി. കുഴപ്പമില്ല, സെമി വന്നില്ലേ. സെമി ഫൈനലെത്തിയോണ്ട് ഞാനതങ്ങോട്ട് ക്ഷമിച്ചിരിക്കണം. ഇതാണ് നമ്മൾ ഇങ്ങനെ കേട്ടോ. ഇതുണ്ടോ, 2 വലുതായിട്ടുണ്ട്. ഈ സൈഡിൽ കൂടെ പോകുന്നതാണ് കേട്ടോ. ഒരു കണ്ണൻകുട്ടിയാണ്. രസമുണ്ട് കേട്ടോ. ഇത്രയും മീനുണ്ട്, കുറേയൊക്കെ ചത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും നേരം പരിശ്രമിച്ച് ഇത്രയും കിട്ടിയുള്ളൂ വെച്ചാൽ ഒക്കെ തന്നെ. ബൈ, സീ യു.